തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങളിലെ കൃത്യത കൊണ്ട് മലയാളികൾക്കിടയിൽ സുപരിചിതനായി മാറിയ CP റാഷിദിൻ്റെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആദ്യ പ്രവചനം വന്നിട്ടുണ്ട്. റാഷിദിൻ്റെ ലോക്സഭാ മണ്ഡലമായ വടകരയുടെ ഫലമാണ് പ്രവചിച്ചിരിക്കുന്നത്. കേരളം കണ്ട അതിശക്തമായ പോരാട്ടം നടന്ന മണ്ഡലമായിട്ടാണ് വടകര വിലയിരുത്തപ്പെടുന്നത്. ആ വടകരയിൽ 1 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ വിജയിക്കുമെന്നാണ് റാഷിദിൻ്റെ പ്രവചനം. കൃത്യമായി പറഞ്ഞാൽ 88,500 മുതൽ 1,14,000 വരെയുള്ള ഭൂരിപക്ഷം. വോട്ടു ശതമാനത്തിൻ്റെ കണക്കും റാഷിദ് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. UDFന് 48.5 മുതൽ 53.5% വോട്ട് വരെ ലഭിക്കാനുള്ള സാധ്യതയാണ്. LDFന് 40.5 മുതൽ 44% വരെ. BJPക്ക് 6 മുതൽ 9.5% വരെ വോട്ട് കിട്ടാനുള്ള സാധ്യതയെന്നാണ് റാഷിദ് പ്രവചിക്കുന്നത്. റാഷിദിൻ്റെ സ്വന്തം പാർലമെൻറ്റ് നിയോജക മണ്ഡലമായതുകൊണ്ട് തന്നെ കൂടുതൽ അടുത്തുനിന്നറിഞ്ഞ് നടത്തുന്ന പ്രവചനമായതിനാൽ നമുക്കതിനെ അപ്പാടെ തള്ളിക്കളയാൻ സാധിക്കില്ല തന്നെ. കാരണം കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, കേരളത്തിൽ അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ്, 5 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 3 എണ്ണം, ഇതെല്ലാം കൃത്യതയോടുകൂടി പ്രവചിച്ചയാളാണ്. ഇപ്പോൾ രാജസ്ഥാനിലും മധ്യപ്രദേശിലുമൊക്കെ BJP ജയിക്കുമെന്ന്, കേരളത്തിൽ 99 സീറ്റ് വരെ നേടാൻ സാധിക്കുമെന്ന് ഒക്കെ സൂക്ഷ്മമായി പ്രവചിച്ച റാഷിദ് വടകരയിലെ രാഷ്ട്രീയത്തെ അടുത്തുനിന്ന് കണ്ട് നടത്തിയ ഈ പ്രവചനം അത്ര നിസ്സാരമായി അത് UDFന് അനുകൂലമായി പറയുകയാണ് എന്നുള്ള രീതിയിൽ തള്ളിക്കളയാനാകില്ല തന്നെ. കാരണം സൂക്ഷ്മമായ വിലയിരുത്തലുകളോടെയാണ് റാഷിദ് ആ പ്രവചനം നടത്തിയിരിക്കുന്നത് എന്ന് അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം. UDFന് അനുകൂലമായ അതിഭയങ്കരമായ തരംഗം ആഞ്ഞടിച്ചു എന്നുള്ളതൊന്നുമല്ല. അതിനപ്പുറത്ത് പാർട്ടി വോട്ടുകൾക്ക് പുറമെ വോട്ടു സമാഹരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അവതരിപ്പിച്ച ശൈലജ ടീച്ചർക്ക് അതിന് സാധ്യമാകുന്നില്ല എന്നതാണ് വടകരയിൽ ഷാഫി പറമ്പിലിന് ഇത്ര വലിയ ഭൂരിപക്ഷം ഉണ്ടാകാനുള്ള സാധ്യതയെന്നാണ് റാഷിദ് വിലയിരുത്തുന്നത്. അടുത്തുനിന്ന് കാണുന്ന ആളുകൾക്ക് കൂടുതൽ ആ മണ്ഡലത്തിൻ്റെ സ്വഭാവത്തെ തിരിച്ചറിയാൻ സാധിക്കും. ഇപ്പോൾ ഈ ടീച്ചറമ്മ വിളി പോലും പാർട്ടി കേന്ദ്രങ്ങൾക്കപ്പുറത്തേക്ക് എത്തിക്കുവാൻ ഈ തെരഞ്ഞെടുപ്പിൽ സാധിച്ചിട്ടില്ല എന്നാണ് റാഷിദ് തൻ്റെ ആ കുറിപ്പിൽ തന്നെ പങ്കുവയ്ക്കുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളം മുരളീധരനെ അവിടെ നിന്ന് മാറ്റാനുള്ള ഒരു തീരുമാനമെടുക്കുമ്പോൾ പകരമാര് എന്നുള്ള ചോദ്യം, ആ ചോദ്യത്തിന് ഷാഫി പറമ്പിലെന്ന ഉത്തരം കണ്ടെത്തിയത് UDF കേരളത്തിലെടുത്ത ഏറ്റവും സുന്ദരമായ തീരുമാനമായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് അവിടെ നിന്ന് ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണഘട്ടം മുതൽ ഉണ്ടായ പ്രതികരണങ്ങൾ. ഇപ്പോൾ ജയിക്കുകയോ തോക്കുകയോ എന്നുള്ളതിനപ്പുറത്ത് ഷാഫി പറമ്പിലിന് കിട്ടിയ സ്വീകാര്യത വലിയ ചർച്ചയായിരുന്നു. ആ സ്വീകാര്യത തുടക്കം മുതൽ ഒടുക്കം വരെ നിലനിർത്താൻ സാധിച്ചു എന്നുള്ളതിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ് റാഷിദിനെ പോലുള്ള ഒരാൾ തൻ്റെ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയിരിക്കുന്ന ഈ പ്രവചനം. 48.5 മുതൽ 53.5% വരെ, അതൊരു വലിയ അതിശയോക്തി കലർന്ന നമ്പറൊന്നുമല്ല. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുരളീധരൻ അവിടെ 49.43% വോട്ട് കിട്ടിയിരുന്നു. അതായത് 5,26,000-ലധികം വോട്ട്. ജയരാജന് കിട്ടിയത് 41.49%. അതിന് അടുത്തുള്ള ഒരു കണക്ക് തന്നെയാണ് ഇപ്പോൾ ശൈലജ ടീച്ചർക്കും പറയുന്നത്. 40.5 മുതൽ 44 വരെ, ഏറിയാൽ 44. അങ്ങനെ ശൈലജ ടീച്ചർക്ക് 44% വോട്ട് കിട്ടിയാലും ശരാശരി 8 മുതൽ 9 വരെ % വോട്ടിൻ്റെ വ്യത്യാസം ഷാഫിയുമായി ഉണ്ടാകുമെന്നാണ് റാഷിദ് പറയുന്നത്. ഇപ്പോൾ അവിടെ വോട്ടിൻ്റെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ആ വോട്ടിൻ്റെ എണ്ണം വർദ്ധിച്ചതിനനുസരിച്ച് 78% പോളിംഗ് വരുമ്പോൾ 11,20,000 വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട്. ആ 11,20,000 വോട്ടിൻ്റെ പകുതി വോട്ട് ഷാഫിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ 44% വോട്ട് ശൈലജ ടീച്ചർ പിടിച്ചാലും വ്യത്യാസം ഈ 80,000-ന് പുറത്തു വരും. അതുകൊണ്ടാണ് 88,500 മുതൽ 1,14,000 വോട്ട് വരെ എന്നുള്ളൊരു പ്രവചനം റാഷിദ് നടത്തുന്നത്. അപ്പോൾ മണ്ഡലത്തിൻ്റെ പൾസ് മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ ഇപ്പോഴത്തെ വർത്തമാന രാഷ്ട്രീയ സാഹചര്യം കൂടി വിലയിരുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളിൽ ഉണ്ടായിരിക്കുന്ന ഒരു വികാരം UDFന് അനുകൂലമാണ് എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലേക്ക് പോയി ധാരാളമായി വലിയ പ്രതിഷേധങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട് പലരും. പക്ഷേ ഈ പ്രതിഷേധം അറിയിക്കുന്ന ആളുകൾ തന്നെ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ LDFന് കൃത്യമായ ഇങ്ങനെ ഒരു വിജയമുണ്ടാകുമെന്ന് പ്രവചിച്ചയാളാണ്. തെലങ്കാനയിൽ കോൺഗ്രസ് ജയിക്കുമെന്ന് പ്രവചിച്ചയാളാണ്. കർണാടകയിൽ കോൺഗ്രസിൻ്റെ വിജയം കൃത്യമായി പ്രവചിച്ചയാളാണ്.
മധ്യപ്രദേശിലും രാജസ്ഥാനിലും BJPയുടെ വിജയം കൃത്യമായി പ്രവചിച്ചയാളാണ്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മൻ്റെ ഭൂരിപക്ഷമടക്കം കൃത്യമായി പ്രവചിച്ചയാളാണ്. അപ്പോൾ സൂക്ഷ്മമായ രാഷ്ട്രീയ നിരീക്ഷണത്തിലൂടെ ആളുകളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെയൊക്കെ മനസ്സിലാക്കി നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രവചനം, ആ തെരഞ്ഞെടുപ്പ് പ്രവചനത്തെ നമ്മൾ രാഷ്ട്രീയമായ ഏതെങ്കിലും ലക്ഷ്യം വച്ചുള്ളതാണ് എന്ന നിലയിൽ കാണേണ്ടതില്ല. കാരണം അയാളുടെ ഗ്രാഫ്, ഈ പ്രവചനങ്ങളുടെ ഗ്രാഫ് ആ നിലയ്ക്ക് കാണേണ്ടതല്ല തന്നെ. അതുകൊണ്ട് സ്വന്തം മണ്ഡലത്തെക്കുറിച്ച് ബോധ്യപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ഒരു പ്രവചനത്തിൻ്റെ സ്വഭാവത്തിൽ അവതരിപ്പിക്കുമ്പോൾ അത് UDFന് സന്തോഷം നൽകുന്നതും LDFന് ദോഷമുണ്ടാക്കുന്നതുമായി മാറുന്നതുകൊണ്ട് ഒരു പക്ഷം വിമർശിക്കുകയും ഒരു പക്ഷം കൈയടിക്കുകയും ചെയ്യുക എന്നുള്ളതല്ല അതിനകത്ത് സ്വീകരിക്കേണ്ട കാര്യം. പിന്നെ BJPയുടെ കാര്യം, BJPക്ക് കഴിഞ്ഞ തവണ അവിടെ കിട്ടിയ അതേ വോട്ട് ഏതാണ്ട് നിലനിർത്താനാകുമെന്ന് തന്നെയാണ് റാഷിദ് പറയുന്നത്. ഈ 6 മുതൽ 9.5% വരെ എന്ന് പറയുന്നത് ഒരു 80,000 വോട്ട് നിലനിർത്താൻ കഴിയുന്ന ഒന്നാണ്. അതിനപ്പുറത്തേക്കുള്ള വോട്ട് വളർച്ച ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ BJPയിലേക്ക് പുതുതായി വന്ന വോട്ടർമാരുടെ വോട്ട് എവിടെ പോകുമെന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ടാകാം. ആ വോട്ട് സ്വാഭാവികമായ ഒരു ഷിഫ്റ്റ് ഷാഫിക്ക് അനുകൂലമായോ ശൈലജ ടീച്ചർക്ക് അനുകൂലമായോ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും BJPക്ക് അവരുടെ വോട്ട് മറിച്ച് ഇതിലേതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ വിജയപരാജയങ്ങളെ നിർണ്ണയിക്കാനുള്ള സ്വാധീനമൊന്നും ഉള്ള മണ്ഡലമല്ല വടകര എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് 80,000-ൽ നിന്ന് താഴേക്ക് പോകാൻ എന്തായാലും സാധിക്കില്ല. അത്തരമൊരവസ്ഥയിൽ ആ വോട്ടുകളൊന്നും അല്ല അവിടെ ഘടകമാകുന്നത്. ശൈലജ ടീച്ചർക്ക് പാർട്ടി വോട്ടുകൾക്കപ്പുറം വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ആ മെയിൻ പോയിന്റിൽ ഊന്നിയാണ് ഷാഫിയുടെ ഈ വലിയ വിജയം റാഷിദ് പ്രവചിക്കുന്നത്. പ്രചരണഘട്ടത്തിൽ തന്നെ തോന്നിയിരുന്ന ഒരു സംശയത്തിന് തിരുവനന്തപുരത്തിൻ്റെ പോളിംഗ് ശതമാനം ഉത്തരം നൽകുകയാണ്. BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെ BJPക്കാർ തന്നെ കമത്തുമോ എന്നുള്ള സംശയമായിരുന്നു പ്രചരണഘട്ടത്തിലുടനീളം ഉണ്ടായിരുന്നത്. നല്ല RSSകാരുടെ നിസ്സഹകരണമൊക്കെ തിരുവനന്തപുരത്ത് ദൃശ്യമായിരുന്നു. അത് കഴിഞ്ഞ തവണ കുമ്മനത്തിന് വേണ്ടി ആവേശത്തോടു കൂടി RSSകാർ ഇറങ്ങി നിന്നപ്പോൾ ന്യൂനപക്ഷങ്ങൾ ഒന്നടങ്കം ശശി തരൂരിന് പിന്നാലെ പോയി അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു മാറി നിൽക്കലാണ് എന്ന് കരുതിയിരുന്നുവെങ്കിലും അതങ്ങനെയല്ല. കൃത്യമായ കാരണങ്ങൾ അതിന് പിന്നിലുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് തിരുവനന്തപുരത്തിൻ്റെ ഈ കുറഞ്ഞ പോളിംഗ് ശതമാനം. BJP വലിയ പ്രതീക്ഷ വച്ച് പുലർത്തുന്ന തിരുവനന്തപുരത്തെ നഗരമേഖലയിലെ മണ്ഡലങ്ങളിലാണ് പോളിംഗ് ഗണ്യമായി കുറഞ്ഞത്. തിരുവനന്തപുരം നഗരത്തിലുള്ള 3 മണ്ഡലങ്ങൾ നേമവും കഴക്കൂട്ടവും വട്ടിയൂർക്കാവും BJP നല്ല ലീഡ് നേടാമെന്ന് പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളാണ്. അതിൽ വട്ടിയൂർക്കാവിൽ അങ്ങനെ ലീഡ് നേടാനുള്ള സാധ്യതയൊന്നുമില്ലെങ്കിൽ പോലും നേമവും കഴക്കൂട്ടവും അവർ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നു. ഈ 3 മണ്ഡലങ്ങളിലും വോട്ടിങ്ങിൽ ഗണ്യമായ കുറവുണ്ടായിരിക്കുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മൾ ഈ വാർത്ത എടുക്കുന്ന നേരത്ത് പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് പ്രകാരം 67% തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പോളിംഗ് ഉള്ളൂ. കഴിഞ്ഞ തവണ അത് 73.4 ആയിരുന്നു. 13 ലക്ഷം വോട്ടർമാരുണ്ടായിരുന്ന സ്ഥലത്ത് 10,50,000 പേർ വോട്ട് ചെയ്തു. ഇത്തവണ 14,30,000 പേരുള്ള സ്ഥലത്ത് 67% പോളിംഗ് എന്ന് പറഞ്ഞാൽ അത് 10 ലക്ഷം എത്തില്ല. ഇനി അവസാന കണക്ക് വരുമ്പോൾ അത് 70% അടുത്തെത്തിയാൽ പോലും 10,10,000 വോട്ടേ ആകുന്നുള്ളൂ. ആ 10,10,000 വോട്ടിൽ നഗരമേഖലയിൽ BJPക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ പോളിംഗ് നന്നായി കുറഞ്ഞത് BJPക്കാർ RSSകാർ രാജീവ് ചന്ദ്രശേഖരന് വോട്ട് ചെയ്യാൻ വിമുഖത കാട്ടിയതിൻ്റെ അടയാളപ്പെടുത്തൽ തന്നെയാണ്, ഒരു സംശയവും വേണ്ട.